JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. SSC MDS 2026 പരീക്ഷ മലയാളത്തിൽ എഴുതാമെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അതിനെ സംബന്ധിച്ച് വിശദമായ ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ SSC 2026 MDS 2026 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വിശദമായിട്ടുള്ള സിലബസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് സംബന്ധിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. SSC MDS 2026 സിലബസ് പ്രധാനമായും 2 സെക്ഷനുകളുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ്. സെക്ഷൻ 1 മാത്തമാറ്റിക്കൽ എബിലിറ്റിയും റീസണിംഗ് എന്നിവയും, സെക്ഷൻ 2 ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് എന്നിവയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് വിശദമായിട്ടുള്ള സിലബസിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. പരീക്ഷാ പാറ്റേണെ സംബന്ധിച്ച് 2026 പരീക്ഷാ പാറ്റേൺ SSC MDS പരീക്ഷാ പാറ്റേൺ അനുസരിച്ച് 2 സെക്ഷനുകൾ നിർബന്ധമാണ്. അതിൽ ആദ്യത്തെ സെക്ഷൻ 1 നെഗറ്റീവ് മാർക്ക് ഇല്ല. സെക്ഷൻ 2 തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ബാധകമാണ്. പ്രാദേശിക ഭാഷകളിലും പരീക്ഷ എഴുതാൻ സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലും പരീക്ഷ എഴുതാൻ സാധിക്കും. SSC MDS ടയർ 1 പ്രീവിയസ് ഇയർ 2019 കട്ട് ഓഫ് മാർക്കാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 87.35. SSC MDS ടയർ 2 പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് കേരളയുടെ 29 മാർക്കുമാണ് വന്നിട്ടുള്ളത്. സെക്ഷൻ 1 നെഗറ്റീവ് മാർക്ക് ഇല്ല. അതേസമയം സെക്ഷൻ 2 ഓരോ തെറ്റായ ഉത്തരത്തിനും 1 മാർക്ക് കുറയ്ക്കും. അപ്പോൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്, സെക്ഷൻ 1 നെഗറ്റീവ് മാർക്ക് ഇല്ല. അതേസമയം സെക്ഷൻ 2 ഓരോ തെറ്റായ ഉത്തരത്തിനും 1 മാർക്ക് കുറയ്ക്കും. ഇതിന്റെ സിലബസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് സിലബസ് പ്രകാരം സംഖ്യയും അക്ഷരമാലാക്രമത്തിലുള്ള ശ്രേണിയും, കോഡിങ്, ഡീകോഡിങ്, സാമ്യം, ഒറ്റപ്പെട്ടയൊന്ന്, സിലോജിസം, ദിശകള്, സെൻസ്, റാങ്കിങ്, വാക്കേതര പേപ്പർ മടക്കലും മുറിക്കലും, മിറർ ഇമേജ്, ചിത്രം ഉൾച്ചേർക്കുക അല്ലെങ്കിൽ പൂർത്തിയാക്കുക, കൗണ്ടിംഗ് ഫിഗർ, രക്തബന്ധങ്ങൾ, മാട്രിക്സ്, ഗണിത കണക്കുകൂട്ടലുകൾ, ഇത്രയുമാണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന്റെ സിലബസ് വരുന്നത്. ഇനി ന്യൂമെറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് സിലബസ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സംഖ്യാസമ്പ്രദായം, HCF ആൻഡ് LCM, ശതമാനം, ശരാശരി, സമയവും ജോലിയും, ലാഭനഷ്ടം, അനുപാതവും, മിക്സ്ചർ ആൻഡ് ആരോപണങ്ങള്, സമയം, വേഗത, ദൂരം, ലളിതമായ പലിശയും കോമ്പൗണ്ട് പലിശയും, ജ്യാമിതി, അളവ്, ത്രികോണമിതി, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ആൾജിബ്ര, ഇത്രയുമാണ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് വരുന്നത്. ഇനി ഇംഗ്ലീഷ് ഭാഷാ സിലബസ്: പിശക് കണ്ടെത്തുക, വിട്ട ഭാഗം പൂരിപ്പിക്കുക, പര്യായ പദങ്ങള്, വിപരീത പദങ്ങള്, അക്ഷരത്തെറ്റ്, വാക്കുകൾ കണ്ടെത്തല്, ശൈലികളും, ഒരു വാക്ക് പകരം വയ്ക്കൽ, വാക്യ മെച്ചപ്പെടുത്തൽ, വായനാഗ്രഹണ പാസേജ്, ഇത്രയുമാണ് ഇംഗ്ലീഷ് ഭാഷാ സിലബസ് വരുന്നത്. ഇനി പൊതു അവബോധ സിലബസ്: അതിൻ്റെ അകത്ത് ഇന്ത്യൻ ഭരണഘടന, അവാർഡ് നേടിയ പുസ്തകങ്ങള്, ഇന്ത്യൻ ചരിത്രവും സംസ്കാരവും, അവാർഡുകളും ബഹുമതികളും, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും രാഷ്ട്രീയവും, നിലവിലെ കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ്, ശാസ്ത്രം, കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തലുകളും,
പ്രധാനപ്പെട്ട സാമ്പത്തിക അവബോധ വിഷയങ്ങൾ ഇത്രയുമാണ് പൊതു അവബോധ സിലബസിനകത്ത് വരുന്നത്. അപ്പോൾ SSC MTS സിലബസ് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പോൾ വിശദമായിട്ടുള്ള ടയർ 1നെ കുറിച്ചും ടയർ 2നെ കുറിച്ചും നെഗറ്റീവ് മാർക്കിനെ കുറിച്ചും കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചും സിലബസിനെ കുറിച്ചും ഒക്കെ തന്നെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കാം. അങ്ങനെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിന് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോടൊന്ന് എത്തട്ടെ. നന്ദി, നമസ്കാരം.